രാഷ്ട്രീയ കസേരകളികളുടെ വിളനിലമായ ഭൂമി, ചാഞ്ചാടുന്ന സർക്കാരുകളും അതിദരിദ്രരായ മനുഷ്യരും അധിവസിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന കേന്ദ്രം. കൂറുമാറ്റങ്ങളും കുതികാൽവെട്ടും കണ്ടുശീലിച്ച ബീഹാർ ജനത മറ്റൊരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മൂന്നാമത്തെ സംസ്ഥാനമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായുമെല്ലാം ബീഹാർ പിന്നാക്കം നിൽക്കുന്നത്? ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ബീഹാറിലെ ജനത എങ്ങനെ വേർതിരിക്കപ്പെട്ടു? വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ബീഹാറിൽ നിന്നും ചോദ്യങ്ങൾ ഏറെയാണ്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അതിദരിദ്രരായ മനുഷ്യരാണ് ബീഹാറിൽ അധികവും. കൃഷിയുടെ വിളവെടുപ്പ് കാലത്തിനനുസരിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ പട്ടിണി കിടക്കേണ്ടി വരും എന്നതിനാൽ തന്നെയാകും ബീഹാർ സ്വദേശികൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജോലിക്കെത്തുന്നത്. വർഷത്തിൽ ഭൂരിഭാഗം സമയവും തൊഴിൽ ലഭിക്കാതെ, ചെയ്യുന്ന ജോലികളിൽ വേണ്ടത്ര വരുമാനമില്ലാതെ, സർക്കാർ ജോലികളടക്കമുള്ള സുരക്ഷിത തൊഴിൽ മേഖലകളുടെ പരിസരത്ത് പോലും എത്താതെ ജീവിതം തള്ളി നീക്കുന്ന മനുഷ്യരാണ് ബീഹാറിൽ അധികവും. 10-11 വയസ്സുള്ള കുട്ടികളാവട്ടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് പോലും അവസരമില്ലാതെ പലതരം ജോലികൾ ചെയ്യുന്നു. ഇനി വിദ്യാഭ്യാസം ലഭിച്ചവർക്കാവട്ടെ സർക്കാർ ജോലി എന്നത് വിദൂര സ്വപ്നം മാത്രമാകുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമെത്തുമ്പോൾ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും തന്നെയാണ് ബീഹാറിൽ പ്രധാന ചർച്ചാ വിഷയം. 2023 ജാതി സെൻസസിലൂടെ കൂടുതൽ കണക്കുകൾ കൂടി വന്നതോടെ പ്രതിപക്ഷം നിതീഷ് സർക്കാരിനെ രൂക്ഷമായ ചോദ്യങ്ങൾ ഉയർത്തി പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. ബീഹാറിലെ അതിദാരിദ്ര്യം അവിടുത്തെ ജാതി സമവാക്യങ്ങളുമായാണ് ചേർന്നു നിൽക്കുന്നത്. 2023 ബീഹാർ സർക്കാർ പുറത്തുവിട്ട ജാതി സെൻസസ് റിപ്പോർട്ട് ആ ഭീകരത തുറന്നു കാണിക്കുന്നുണ്ട്. 1931 ബ്രിട്ടീഷ് സർക്കാർ ജാതി സെൻസസ് പുറത്തുവിട്ട ശേഷം രാജ്യത്ത് ആദ്യമായാണ് മറ്റൊരു ജാതി സെൻസസ് നടക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം OBC, SC, ST എന്നിവർ ബീഹാർ ജനസംഖ്യയുടെ 84%. അതേസമയം ജനറൽ കാറ്റഗറിയിലുള്ളവർ ജനസംഖ്യയുടെ 15.5% മാത്രമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. OBC വിഭാഗവും സമാനമായ ദാരിദ്ര്യം അനുഭവിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽ 42.93%, പട്ടികവർഗ വിഭാഗത്തിൽ 42.7% ദരിദ്രരാണ്. OBC വിഭാഗത്തിലെ 33.16%, EBC വിഭാഗത്തിലെ 33.58% ദാരിദ്ര്യം അനുഭവിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2021 നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരവും 2023 ജാതി സെൻസസ് പ്രകാരവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ എന്ന് വ്യക്തമാകും. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ബീഹാറിലെ ആകെ ജനസംഖ്യയിൽ 51.91% കുടുംബങ്ങളുടെയും ജീവിതം അതിദയനീയമാണ്. മാസവരുമാനം അടിസ്ഥാനമാക്കിയ ജാതി സെൻസസ് പ്രകാരം ആകെ ജനസംഖ്യയുടെ 34% പേർക്കും പ്രതിമാസം കേവലം 6000 രൂപയിൽ താഴെ മാത്രമാണ് വരുമാനം. പ്രതിമാസം 10000 രൂപ വരെയെങ്കിലും വരുമാനം ലഭിക്കുന്ന 63% കുടുംബങ്ങളാണുള്ളത്. അതായത് 200 രൂപയും 300 രൂപയുമെല്ലാമാണ് ബീഹാറിലെ മനുഷ്യർക്ക് പ്രതിദിനം ലഭിക്കുന്നത്. സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ 200 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് ഊഹിച്ചു നോക്കിയാൽ ഈ കണക്കുകളിലെ ഭീകരത മനസ്സിലാകും. ബീഹാറിലെ ആകെയുള്ള 2.97 കോടി കുടുംബങ്ങളിൽ 94 ലക്ഷം കുടുംബങ്ങളും ദരിദ്രരാണ് എന്ന് ചുരുക്കം. കേവലം 4.47% കുടുംബങ്ങൾക്ക് മാത്രമാണ് ബീഹാറിൽ 50,000-ന് മുകളിൽ വരുമാനം ലഭിക്കുന്നത്. അവർ തന്നെയാണ് ബീഹാറിലെ സർവ്വ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലും ഉദ്യോഗസ്ഥ തലത്തിലും പ്രവർത്തിക്കുന്നത്. ഇവരാകട്ടെ ഉയർന്ന ജാതിയിലുള്ളവരുമാണ്. അതായത് ജനസംഖ്യയിൽ ന്യൂനപക്ഷമായ വിഭാഗം സാമ്പത്തികമായും സാമൂഹികമായും വളരെയധികം മുന്നാക്കം നിൽക്കുന്നു. അവർക്ക് മാത്രം അവസരങ്ങൾ ലഭിക്കുന്നു. ഇനി വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ബീഹാർ എവിടെ നിൽക്കുന്നു എന്ന് കൂടി പരിശോധിക്കാം. ആകെ ജനസംഖ്യയുടെ 79.7% മാത്രമാണ് ബീഹാറിലെ സാക്ഷരതാ നിരക്ക്. 52% പേർക്കും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. ജനസംഖ്യയുടെ 22.67% പേർക്ക് മാത്രമാണ് 1 മുതൽ 5 വരെയെങ്കിലുമുള്ള വിദ്യാഭ്യാസം ലഭിച്ചത്. 14.33% പേർ 8 വരെയും 9.19% പേർ 12ാം തരം വരെയും പഠിച്ചു. കേവലം 7% പേർക്ക് മാത്രമാണ് ബീഹാറിൽ ബിരുദമുള്ളത്. ഇതിൽ തന്നെ 1% പേർ മാത്രമാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. ആകെ ജനസംഖ്യയുടെ 9% മാത്രം ഹയർ സെക്കൻഡറി വരെയെങ്കിലും പഠിക്കുകയും 7% മാത്രം ബിരുദം നേടുകയും 1% മാത്രം ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്ത ബീഹാറിൽ കുട്ടികൾ ഇപ്പോഴും പലതരം ജോലികളിലാണ്. തങ്ങൾ പാവങ്ങളാണെന്നും അതുകൊണ്ട് പഠിക്കാൻ പോകാൻ കഴിയില്ലെന്നുമാണ് ഈ കുട്ടികൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബീഹാറിന്റെ ദാരിദ്ര്യം കുറയ്ക്കാനോ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കാനോ സംസ്ഥാന സർക്കാർ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ലെന്ന് ഈ കണക്കുകൾ പറയുന്നു.
പഠനത്തിലെ പിന്നോക്കാവസ്ഥ പോലെ തന്നെ ബീഹാറിൽ തൊഴിലില്ലായ്മ നിരക്കും അതിരൂക്ഷമാണ്. ഞാൻ കണ്ട 10 പേരിൽ 9 പേരും തൊഴിൽ രഹിതരാണെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് RJD നേതാവ് തേജസ്വി യാദവ്. തൊഴിലില്ലായ്മയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും സംസാരിക്കാൻ നിതീഷ് കുമാറിനെ നിർബന്ധിക്കുന്ന കാഴ്ചയും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബീഹാറിൽ നിന്ന് കണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തൊഴിലില്ലായ്മയും അതിദാരിദ്ര്യവും തന്നെയാണ് ബീഹാറിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയാവാറുള്ളതും. ഇത്തവണയും തേജസ്വി യാദവിന്റെ പ്രധാന തുറുപ്പുചീട്ട് ബീഹാറിലെ തൊഴിലില്ലായ്മ തന്നെയാണ്. ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലി വീതം തേജസ്വി യാദവ് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ബീഹാറിൽ തൊഴിൽ ലഭിക്കാതായതോടെ ഏകദേശം 46 ലക്ഷം പേരാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി പലായനം ചെയ്തത്. ബീഹാറിലുള്ള 54.27% പേരും കൃഷി അടക്കമുള്ള പ്രാഥമിക മേഖലകളിലും ജോലി ചെയ്യുന്നു. അതായത് ജനസംഖ്യയുടെ നല്ലൊരു പങ്കും വരുന്ന കുടിയേറ്റ തൊഴിലാളികളെയും കർഷകരെയും യുവാക്കളെയും അഡ്രസ് ചെയ്യാതെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അജണ്ട പോലും അസാധ്യമാണെന്ന് ചുരുക്കം. ഇനി 243 അംഗ നിയമസഭയിലെ ജാതി പ്രാതിനിധ്യം എങ്ങനെയാണെന്ന് നോക്കാം. ജനസംഖ്യയുടെ 10% മാത്രമുള്ള ഭൂമിഹാർ, രജ്പുത്, ബ്രാഹ്മണർ തുടങ്ങിയ ജനറൽ കാറ്റഗറിയിൽ നിന്ന് 64 MLA-മാരാണുള്ളത്. OBC, EBCയിൽ നിന്ന് 46 പേരും ബീഹാർ നിയമസഭയിലെ അംഗങ്ങളാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 19ഉം ദലിത് വിഭാഗങ്ങളിൽ നിന്ന് 39ഉമാണ് നിയമസഭയിലെ പ്രാതിനിധ്യം. ബീഹാർ നിയമസഭയിലെ ഉയർന്ന ജാതിക്കാരിൽ കൂടുതൽ പേരും BJP അംഗങ്ങളാണ്. BJPയുടെ ആകെയുള്ള 74 MLA-മാരിൽ 34 പേരും ഉയർന്ന ജാതിക്കാരാണ്. ബീഹാറിൽ ആകെ 110 മണ്ഡലങ്ങളിലായിരുന്നു BJP മത്സരിച്ചത്. ഇതിൽ 52 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ഉയർന്ന ജാതിക്കാരായിരുന്നു. ബീഹാറിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ RJDക്ക് 13ഉം JDU-വിന് 10ഉം കോൺഗ്രസിന് 7ഉം ഉയർന്ന ജാതിക്കാരായ MLA-മാരുണ്ട്. ബീഹാറിലെ സർക്കാർ ജോലിയിലും സമാനമായ അസമത്വം കാണാൻ സാധിക്കും. ആകെയുള്ള 20.47 ലക്ഷം സർക്കാർ ജോലിക്കാരിൽ 6.41 ലക്ഷം പേരും ഉയർന്ന ജാതിക്കാരാണ്. അതായത് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ബീഹാറിൽ എവിടെയും മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടപ്പാക്കിയ സംസ്ഥാനമെന്ന ഖ്യാതി നിലനിൽക്കുമ്പോഴും കണക്കുകൾ നിതീഷ് കുമാറിനും NDA സഖ്യത്തിനാകെയും തിരിച്ചടിയാവുന്നുണ്ട്. എടുത്തു പറയാൻ വികസനമൊന്നുമില്ലാത്ത NDA സഖ്യം പതിവ് പോലെ ജാതി സമുദായ കാർഡ് ഇറക്കുമെങ്കിലും ഈ കണക്കുകൾ അവരെ തിരിഞ്ഞുകുത്തുമെന്ന് തീർച്ചയാണ്. ജാതി സെൻസസിലെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ബീഹാർ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്നു കാണാം.